ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. കിഴി നിറയെ എന്റർടൈൻമെന്റ്സ് തകർക്കാം നമുക്ക്. എന്താണ് മുത്തേന്ന മത്സരം? മോഹൻലാൽ കിഴികൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ലല്ലേ? ഇല്ല, മറന്നുപോയി. ഇട്ടിട്ടില്ല. സാരല്ല, ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ഉൾപ്പെടും. അയ്യോ, ഏതാ മറന്നുപോയി. യെസ്, ഇന്നാണെങ്കിൽ ലാലേട്ടന്റെ ദിവസമാണ്. രാവിലെ തന്നെ തീ കത്തിച്ചേക്കാണ്. പിന്നെ ലാലേട്ടനെ സെലക്ട് ചെയ്തില്ല, പിന്നെ ആരെ സെലക്ട് ചെയ്യാൻ? എന്താ സാധനം? പക്ഷെ എനിക്കൊരു വിഷമൊക്കെ ഉണ്ട്. സാരല്ല, ടൈല് 5 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. ടൈല് കൈ തുറക്കണ്ടേ? ഓക്കെ, ഫസ്റ്റ് ഫുൾ ബ്ലാക്കും ഗോൾഡൻ കര. ധീരൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. ജൂലൈ 4-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ദേവദത്ത് ഷാജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് മറ്റന്നാള് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, അതായത് 4-ാം തീയതി റിലീസിന് കാത്തിരിക്കുന്ന സിനിമ അതാണ് കേട്ടോ, ധീരൻ. ധീരതയോടെ പോയി നമുക്ക് കാണാം. പിന്നെന്താ, ധീരതയോടെ ഇറങ്ങാൻ പറ്റിയാ മതി. ധീരതയോടെ കേറുന്നതിലല്ല, ധീരനായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റണം. നല്ലതാണെങ്കിൽ ധീരതന്റെ ആവശ്യമില്ല, പിന്നെ മോശമാണെങ്കിലാണ് ധീരതന്റെ ആവശ്യം. റിവ്യൂ ചെയ്യുന്നിടത്ത് ധീരത കാണിക്കണോ? മനസ്സിലായോ? അതൊരു സത്യമാണല്ലേ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മൂൺ വാക്ക്. വാ, എന്റെ കാലൊക്കെ അറിയാണ്ട് ഇങ്ങനെ മൂൺ വാക്കിന് വന്നു. സ്ഥലമല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കായിരുന്നു. അടിപൊളിയാണ്. എന്നാല് മൂൺ വാക്ക് സിനിമ OTT വരുന്നുണ്ട്. തിയേറ്ററിൽ വന്നപ്പോൾ വളരെ മികച്ച അഭിപ്രായം കിട്ടിയൊരു സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 8-ന് വരും. ഓക്കെ, അടുത്തത് ഒരു പറ്റം ചെറുപ്പക്കാർ അഴിഞ്ഞാടിയ ഒരു സിനിമയാണെന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, നമുക്ക് എന്തായാലും OTT കാണാം. അടുത്തത് കൂലി സിനിമയുടെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ AVM മീഡിയ കൺസൾട്ടൻസി സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉറപ്പല്ലേ? കേരളത്തിൽ എത്ര 16 കോടിക്ക് ചോദിക്കുന്നത് കേട്ട്. 16 കോടി അത് കിട്ടുവേ, ധൈര്യമായിട്ട് എടുത്തോ. അല്ല, ഇത് എന്തെങ്കിലും കാരണത്താൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പൊട്ടുന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. പൊട്ടുന്ന കാര്യത്തിൽ എന്തായാലും അവറേജ് ഉണ്ടെങ്കിൽ പോലും കയറി അടിക്കൂലേ? പിന്നെന്താ, കാരണം കാസ്റ്റിംഗ് വെച്ച് തന്നെ അടിക്കും. അങ്ങനെയാണ് പ്രതീക്ഷ. ഓക്കെ, ടിക്കി ടാക്ക രോഹിത് VS സംവിധാനം ചെയ്യുന്ന ആസിഫ് അലി മൂവി. നസ്ലനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ ഒരു വേറെ രീതിയിൽ, ചിത്രം വരച്ച രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പുറത്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് മൊത്തം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പറ, ഡീകോഡ് ചെയ്ത് നിൽക്ക് കഥ. എനിക്കറിഞ്ഞൂടാ അതിനകത്ത് എന്ത് ഡീകോഡ് ചെയ്യാനാണ്. ഡയറക്ടർ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആസിഫലിക്ക് എന്താണോ ഇതൊക്കെ, ഞാൻ എന്ത് ഇതിനകത്തൊക്കെ ചെയ്തതെന്ന്. അല്ല, ആസിഫലിക്ക് കൊടുത്തത് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ആണ്. ഇതെന്ത് വ്യത്യസ്തമായ സ്ക്രിപ്റ്റ് ആട്ടോ. ഓക്കെ, ഞാൻ ഡയലോഗാ. ഇത് മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഏതോ ഭാഷയാന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ വേറെ ഏതോ സ്ക്രിപ്റ്റ് അല്ലേ, ഏതോ ലിപിയ. ഓക്കെ, എനിക്ക് സംഭവം മനസ്സിലാകുന്ന അറിയോ, ടിക്കിറ്റാക്ക നമ്മൾ ഇതുവരെ കരുതിയിരിക്കുന്നത് ഒരു ആക്ഷൻ ഓറിയന്റഡ് മൂവിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇത് കണ്ടപ്പോൾ ആളെന്തോ ആർക്കിടെക്ചറാണെന്ന് തോന്നുന്നു. ഡയറക്ടർ ഏതോ ബിൽഡറുടെ കഥ പറയുന്നത്. അതായത് ആ ബിൽഡിംഗ് ആണ് അല്ലേ, ഏതോ ഒരു ബിൽഡറുടെ കഥയാണത്. വെറുതെ നല്ല ബിൽഡപ്പ്. അടുത്തത് രവീന്ദ്ര നീ എവിടെയാ. അനൂപ് മേനോൻ, അസീസ്, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ അവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂലൈ 18. ഓക്കെ, മനോജ് പാലോടനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എബ്രഹാം മാത്യു ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷീലു മാത്യു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അത് പിന്നെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, കിച്ച 47 കിച്ച സുദീപ നായകനാവുന്ന സിനിമ, അതായത് മാക്സ് സിനിമ അല്ലേ, ആ സിനിമയുടെ ടീമാണ് വീണ്ടും ഒരുമിക്കാൻ പോകുന്നത്. വിജയ് കാർത്തിക് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട് ജൂലൈ 5-ന്. ഓക്കെ, വരട്ടെ. ഓക്കെ, അടുത്തത് അറ്റ്ലി അല്ലു അർജുൻ മൂവി. മൃണാൾ താക്കൂറിന്റെ പ്രൊമോ
പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇപ്പം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ മൃണാൾ താക്കൂറിൻ്റെ ഒരു പോർഷൻ ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും പിന്നെ ഈ പ്രൊമോ ഉടനടി പുറത്തു വിടും എന്നുള്ളതും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രൊമോ നീട്ടി വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു, അതുപോലത്തെ ഒരു പ്രൊമോ. ഓക്കെ, ഇതിൽ 5 നടിമാരാണ്. അതിൽ 3 മെയിൻ നായികമാരിൽ ഒരാളാണ്. ഒന്ന് ദീപിക പദുക്കോൺ, പിന്നെ മൃണാൾ താക്കൂർ. ഇനി ആരാണാവോ അത്? അപ്പം മൃണാൾ താക്കൂറിൻ്റെ വീഡിയോ പ്രൊമോ പുറത്തു വന്നതിന് ശേഷം ആൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് വാർ 2. വാർ തന്നെ കേട്ടോ. ഓഗസ്റ്റ് 14 ബിഗ് വാറാണ്. അത് ഇപ്പൊ ഇതിന്റെ ഈ കിഴിയിൽ ഉള്ളത് തന്നെ ഒരു വാറാ. അതെ, അതായത് കൂലി vs വാർ 2 അതാണ് സംഭവിക്കാൻ പോകുന്നത്. തെലുങ്കിൽ കൂലിയെ മലർത്തി അടിച്ചിട്ടുണ്ട് വാർ 2. അതിന് കാരണം NTRന്റെ പവർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നാഗാർജുന, ആമിർ ഖാൻ, രജനീകാന്ത് ഇവരൊക്കെ ഒരുമിച്ചിട്ടും ഇപ്പൊ മനസ്സിലായില്ലേ നാഗാർജുനന്റെ പവർ തെലുങ്കില്. ഓക്കെ, എന്തായാലും തെലുങ്ക് ഡിസ്ട്രിബ്യൂഷൻ വാർ 2ൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നത് സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണെന്നുള്ള ഒരു റൂമറുണ്ട്. ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് 80 കോടിക്കാണെന്നുള്ളതാണ്. വെറും 50 കോടിക്കാണ് 52 കോടിക്കാണ് കൂലി സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ 30 കോടിൻ്റെ മാറ്റം, 30 കോടിൻ്റെ വ്യത്യാസം. ഭീകരം. പടം ഇറങ്ങി കഴിയുമ്പോൾ അറിയാം ഇതൊക്കെ കിട്ടുമോന്ന്. അതെ, അതും കൂടി നോക്കണല്ലോ. അത് കൂലിയുടെ കാര്യം സംശയമല്ല, അതെ, മറ്റേ കാര്യത്തിൽ കുറച്ച് സംശയം തന്നെയുണ്ട്. അടുത്തത് രാമായണ സിനിമയുടെ ഗ്ലിംസ് പുറത്തു വരുന്നുണ്ട്. അതായത് നാളെ 3-ാം തീയതി ജൂലൈ 3-ന് 11:30 3 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അതെ, 7 മിനിറ്റ് എന്നുള്ളതും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളെ പുറത്തു വരുന്നത് 3 മിനിറ്റിൻ്റെ ഡ്യൂറേഷനുള്ള ഒരു ഗ്ലിംസ് ആണ്. നിതേഷ് തിവാരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, രൺബീർ കപൂർ നായകൻ, വില്ലനായി നായിക സായി പല്ലവി. ഓക്കെ, അടുത്തത് NN പിള്ള ബയോപിക്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഒരു വെബ് സീരീസ് ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൽ നായകനായിട്ട്, അതായത് NN പിള്ളയായിട്ട് നമ്മുടെ ദുൽഖർ വരും എന്നുള്ള റൂമറുണ്ട്. എന്ത് തോന്നുന്നു, വരുമോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം അല്ലേ ആളിപ്പോൾ കൂടുതൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് ഞാൻ സിനിമ അല്ലേ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ദുൽഖർ മൂവി, അതെനിക്ക് ദുൽഖറിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടപ്പിച്ച പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് കട്ടിയുള്ള സാധനമായിരുന്നു, ആൾക്ക് പൊന്താത്ത സാധനമായിരുന്നു. അതുപോലെ ആകുമോ പറയാൻ പറ്റില്ല ഇത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അല്ല, ഇപ്പത്തെ ഒരു റേഞ്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് മാറ്റം തന്നെയാണ്. അപ്പൊ അത് നോക്കണം. പിന്നെ മാത്രമല്ല, പിടിക്കുന്ന രീതിയിൽ ഇപ്പൊ ആൾക്ക് കഴിവുണ്ട് താനും, അത് ശരിയാണ്. അടുത്തത് നോക്കാം. അടുത്തത് തേരെ ഇഷ്ക് മേ സിനിമ റാപ്പായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആനന്ദ് എൽ റായ് ഡയറക്റ്റ് ചെയ്ത് ധനുഷ് നായകനായിട്ട് വരുന്ന സിനിമയാണ്. കൃതി സനനാണ് നായികയായിട്ട് എത്തുന്നത്. ഓക്കെ, പരാശക്തി സിനിമയുടെ ഷൂട്ട് നിർത്തിവെച്ചതായിരുന്നു. അത് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്, അതായത് പൊള്ളാച്ചിയിൽ വെച്ചിട്ട്. അതെന്നാണെന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ട്. ജൂലൈ 4-ന് ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. SK ആണ് നായകനായി വരുന്നത്, നായിക ശ്രീലീല. വില്ലനായി എത്തുന്നത് രവി മോഹൻ എന്ന് പറയുമ്പോൾ അപ്പൊ കമന്റ് വരും, എന്താടാ രവി മോഹൻ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ ഈ വിളിച്ച് ഇവന്റെ പേരുകളും മാറ്റിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ചിരിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രേ ഉള്ളൂ. അടുത്തത് കറുപ്പ്. ഇതിലെവിടെ മോഹൻലാല്? അത് ഏറ്റവും വലിയ കോമഡി. കിഴി കഴിഞ്ഞു, മോഹൻലാലിന്റെ കിഴിയില്ല. ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം പറയാനോന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. മൂഞ്ചിയല്ലോ മൊത്തത്തിലിന്ന്. ക്വസ്റ്റ്യൻ ഇല്ല, കിഴിയില് ലാലേട്ടനും ഇല്ല. അടിപൊളി. എന്താണ് തുടക്കത്തിൽ നമ്മൾ കുറെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞില്ല, അത് തന്നെ ധാരാളം. അത് വെച്ച് മത്സരിക്കണം. നാളെ മത്സരിക്കാം. നാളത്തേക്ക് ഉണ്ടാവുമല്ലോ കിഴിയില്. എന്താണെങ്കിലും കറുപ്പ് സിനിമയുടെ അപ്ഡേറ്റ്
റിലീസായിട്ട് സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. യെസ്. ഇതിൻ്റെ OTT കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത് കൺഫേം ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡേറ്റ് പുറത്ത് വരും. ഓക്കെ. അതായത് ഡേറ്റും ഗ്ലിംസും കൂടി ഒരുമിച്ച് വരുമെന്നാണ് പല സ്ഥലങ്ങളിലും കേൾക്കുന്നത് കേട്ടോ. അതായത് ജൂലൈ 23 നടിപ്പിൻ നായകന്റെ ബർത്ത്ഡേ അന്ന് പുറത്തോടും. യെസ്, കാത്തിരിക്കാം. കറുപ്പിന്റെ ഗ്ലിംസും അതിന്റെ കൂടെ തന്നെ റിലീസ് ഡേറ്റും. ദീപാവലി റിലീസ് പക്കയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി റിലീസ് വന്നിട്ടാണ് ഒരെണ്ണം മാറ്റിയത്, ഓർമ്മയുണ്ടോ? ഓ, കങ്കുവ മാറ്റി കൊടുത്തു, അതായത് വേട്ടയിന് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എന്തായാലും ആ ഒരു പ്രശ്നമില്ല. 14-ാം തീയതി കൂടി ഇറങ്ങി പോകുന്നുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും ഗംഭീരമാവട്ടെ, വരട്ടെ. എന്നാലും ലാലേട്ടൻ എവിടെ പോയി? അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് അടുത്ത കയ്യിലെടുക്കാം. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.